ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്തു തഗാബുനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 8 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 9, 10 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഖാലിദീന ഫീഹാ വബിഅ്സൽ മസീർ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അവിശ്വാസികളോട് അള്ളാഹു പറയുന്ന കാര്യം തീർച്ചയായും അവരെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ ഇറക്കിയ പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കുകയും എന്നാണ് പറഞ്ഞത്. ശേഷം അള്ളാഹു പറയുന്നു, യൗമ യജ്മഉകും ലി യൗമിൽ ജംഅ്. യൗമ, ദിവസം. ഇത് ഒരു ലർഫായിട്ടുള്ള രൂപത്തിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ആ ഒരു ക്രിയ നോക്കിയിട്ട് അങ്ങനെയുള്ളതായ ദിവസം എന്നർത്ഥം കൊടുക്കും. യജ്മഉകും, ജമഅ ഒരുമിച്ച് കൂട്ടി, യജ്മഉ ഒരുമിച്ച് കൂട്ടും, ഒരുമിച്ച് കൂട്ടുന്നു. യജ്മഉകും, നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടും. അതിൻ്റെ മുമ്പിൽ യൗമ എന്ന് ചേരുമ്പോൾ അങ്ങനെയുള്ളതായ ദിവസം. യൗമ യജ്മഉകും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ലി യൗമിൽ ജംഇ. ജം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ജം എന്ന് പറയുമ്പോൾ ബഹുവചനം എന്ന് പറയില്ലേ. ഏകവചനം ബഹുവചനം എന്നുള്ളതിൽ ബഹുവചനം എന്ന് സൂചിപ്പിക്കാൻ ജം എന്ന് പറയും. ഒരുമിച്ച് കൂട്ടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ യൗമുൽ ജംഇ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസം. അൽ ജം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടൽ. അപ്പോൾ യൗമുൽ ജംഇ ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസം. ലി യൗമിൽ ജംഇ, ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസത്തിന് വേണ്ടി. എന്താണ് ഈ ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസം? അത് പരലോകമാണ്. അതുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി, അല്ലെങ്കിൽ മഹ്ശറാ ദിവസത്തേക്ക് വേണ്ടി എന്നർത്ഥം. ദാലിക, അത് യൗമുത് തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ലാഭനഷ്ടം വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ്. ലാഭനഷ്ടം നോക്കൽ. അതിനു മുമ്പിൽ യൗമു വരുമ്പോൾ യൗമുത് തഗാബുൻ, നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം, ലാഭനഷ്ടം നോക്കുന്ന ദിവസം. ദാലിക യൗമുത് തഗാബുൻ, അതത്രേ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം, അതത്രേ ലാഭനഷ്ടം നോക്കുന്ന ദിവസം. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹ. വമൻ, തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. മൻ, ആരാണോ, അല്ലെങ്കിൽ ആർ. യുഅ്മിൻ, ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു. യുഅ്മിനു, വിശ്വസിക്കും, വിശ്വസിക്കുന്നു. വമൻ യുഅ്മിൻ, ഇനി ആരാണോ വിശ്വസിക്കുന്നത്. ബില്ലാഹി, അള്ളാഹുവിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ബില്ലാഹി, അള്ളാഹുവിൽ. ഇനി ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. വയഅമൽ സ്വാലിഹൻ, അമില പ്രവർത്തിച്ചു, യഅമലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. അതിൻ്റെ മുമ്പിലൊരു വാവുണ്ട്, അത് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ഈ യഅമലു എന്നുള്ളതും ആ മന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ മൻ യഅമൽ എന്നായി മാറും. അവിടെ മൻ ആവർത്തിച്ചിട്ടില്ല എന്ന് മാത്രം, അതിന് പകരമാണ് വാവിട്ടത്. അപ്പോൾ വയഅമൽ എന്ന് പറഞ്ഞാൽ വമൻ യഅമൽ എന്നാണ് ശരിക്കും അവിടെ. ആരാണോ പ്രവർത്തിച്ചത്. സ്വാലിഹൻ, സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ നല്ലത്, സൽക്കർമ്മം. ആരാണോ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്. യുകഫിർ അൻഹു, ഇനി അതിൻ്റെ ജവാബാണ്, മറുപടിയാണ്. അങ്ങനെ പ്രവർത്തിച്ചവർക്ക് എന്താണ് കിട്ടുക? അള്ളാഹുവിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്, അവർക്ക് എന്താണ് കിട്ടുക? യുകഫിർ അൻഹു. കഫറ എന്ന് പറഞ്ഞാൽ മായ്ച്ച് കളഞ്ഞു, മറച്ചു കളഞ്ഞു എന്നൊക്കെയാണ്. മറച്ചു വെച്ചു. യുകഫിറു, മറച്ചു വെക്കും.
മായ്ച്ച് കളയും. യുക്കഫിർ അൻഹു, അവിടെ യുക്കഫിർ എന്ന് യുക്കഫിറു എന്നെഴുതാതെ യുക്കഫിർ എന്ന് വരാൻ കാരണം അത് ആ ഒരു മൻ എന്ന് വന്ന ഭാഗത്തിൻ്റെ ജവാബായതുകൊണ്ടാണ്, അതിൻ്റെ മറുപടി ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മായ്ച്ചു കൊടുക്കും, അല്ലെങ്കിൽ മായ്ച്ചു വെക്കും, മറക്കും, മറച്ചു വെക്കും. അൻഹു അവനിൽ നിന്ന്, അല്ലെങ്കിൽ അവന്, അൻഹു അവന്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് അങ്ങനെയുള്ളവന് അള്ളാഹു മറച്ചു വെക്കും, അങ്ങനെയുള്ളവന് അള്ളാഹു മായ്ച്ചു കൊടുക്കും. എന്ത്? സയ്യിആത്തിഹി. സയ്യിഅത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സയ്യിആത്ത്. സയ്യിഅത്ത് ചീത്ത, തിന്മ. സയ്യിആത്ത് തിന്മകൾ. സയ്യിആത്തുഹു അവൻ്റെ തിന്മകൾ. അതിവിടെ ഗ്രാമർ അനുസരിച്ച് സയ്യിആത്തിഹി എന്നായി, അതേ അർത്ഥം തന്നെ. അവൻ്റെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കൊടുക്കും, മറച്ചു വെക്കും. അതുമാത്രമല്ല വയുദ്ഖിൽഹു, ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു, യുദ്ഖിലു പ്രവേശിപ്പിക്കും, യുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കും, വയുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വാവ് അത്ഫിൻ്റെ വാവ്. എവിടെയാണ് പ്രവേശിപ്പിക്കുക? ജന്നാത്ത്. ജന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം അല്ലെങ്കിൽ സ്വർഗം. ജന്നാത്ത് തോട്ടങ്ങൾ, സ്വർഗങ്ങൾ. അപ്പോൾ സ്വർഗങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയുള്ള സ്വർഗ്ഗമാണ്? അതിൻ്റെ ഒരു സിഫത്ത് പറയാണ്, അതിൻ്റെ വിശേഷണം പറയാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു. തജ്രി, ജറ എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നർത്ഥം. യജ്രി, തജ്രി എന്നൊക്കെ പറയുമ്പോൾ ഒഴുകുന്നു അല്ലെങ്കിൽ ഒഴുകും. തജ്രി മിൻ തഹ്തിഹ, തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ, തഹ്തിഹ അതിൻ്റെ താഴെ, മിൻ തഹ്തിഹ അതിൻ്റെ താഴെ കൂടെ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ. അൽ അൻഹാറു, നെഹ്റുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻഹാർ, അരുവികൾ, പുഴകൾ. അപ്പോൾ വയുദ്ഖിൽഹു ജന്നാത്തിൻ അവനെ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ കൂടി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ സ്വർഗത്തിൽ. ഖാലിദീന ഫിഹ, ഖലദ എന്ന് പറഞ്ഞാൽ നിത്യവാസിയായി. ഖാലിദ് നിത്യവാസി, എന്നെന്നും ജീവിക്കുന്നവൻ, എന്നെന്നും താമസിക്കുന്നവൻ. ഖാലിദീന, അത് ഖാലിദൂന എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ് ഖാലിദീന. ഖാലിദീന എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിക്കുന്ന നിലയിൽ, അവിടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹാലിനെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നെന്നും ജീവിക്കുന്ന നിലയിൽ, എന്നെന്നും താമസിക്കുന്ന നിലയിൽ. ഫീഹ അതിൽ അല്ലെങ്കിൽ അവിടെ, ആ സ്വർഗത്തിൽ. അബദൻ എന്നെന്നും, എല്ലാ കാലത്തും. ദാലിക അതത്രേ അല്ലെങ്കിൽ അതാകുന്നു. അൽ ഫൗസു, അൽ ഫൗസ് എന്ന് പറഞ്ഞാൽ വിജയം. എങ്ങനെയുള്ള വിജയമാണ് അതിൻ്റെ വിശേഷണം? അൽ അലീമു മഹത്തായ, വമ്പിച്ച. ദാലിക്കൽ ഫൗസുൽ അലീമു അതാകുന്നു മഹത്തായ വിജയം, അതാകുന്നു വമ്പിച്ച വിജയം. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ യൗമ യജ്മഉക്കും ലി യൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ, ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തേക്ക് വേണ്ടി നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് വേണ്ടി അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു ദിവസം. അതാകുന്നു ലാഭനഷ്ടങ്ങൾ നോക്കുന്ന ദിവസം, അതാകുന്നു നഷ്ടം കണക്കാക്കുന്ന ദിവസം, നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അത്തരക്കാർക്ക് അള്ളാഹു അവരുടെ തെറ്റുകൾ മറച്ചു വെക്കും, മായ്ച്ചു കൊടുക്കും. മാത്രമല്ല അവരെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവർ അതിൽ എന്നെന്നും നിത്യവാസികളായ നിലയിൽ. ദാലിക്കൽ ഫൗസുൽ അലീം അതത്രേ മഹത്തായ വിജയം. അടുത്ത ആയത്ത് വല്ലസീന കഫറു വകസ്സബൂ ബി ആയാത്തിന. വല്ലസീന, വാവിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല, അത് ഇസ്തിനാഫിയുടെ വാവാണ്. അല്ലസീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ, അത് അതിന് ശേഷം വരുന്ന പദം കൂടെ പറഞ്ഞാലേ അർത്ഥം പൂർത്തിയാവുള്ളൂ. അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ, ബഹുവചനത്തിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുക. കഫറ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു. അല്ലസീന കഫറു എന്ന് പറയുമ്പോൾ അവിശ്വസിച്ചവർ, അവിശ്വാസികൾ. വ കസ്സബൂ, കസ്സബ കളവാക്കി, കസ്സബൂ അവർ കളവാക്കി, വ കസ്സബൂ കളവാക്കിയവരും. അപ്പോൾ ഇതിൻ്റെയും മുമ്പിൽ അല്ലസീന ഉണ്ട്, അത് ഒന്നിച്ചെഴുതിയെന്നേ ഉള്ളൂ. വല്ലസീന കഫറു വ കസ്സബൂ,
ഈ കഫറു വ കസബു എന്നുള്ളതിനെ ഒന്നിച്ചാണ് അല്ലദീന, രണ്ടിനും അല്ലദീന ബാധകമാണ്. എന്താണ് കളവാക്കിയത്? ബി ആയാത്തിന. ആയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ വചനം, ദൃഷ്ടാന്തം. ആയാത്ത് വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുന നമ്മുടെ വചനങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ വചനങ്ങളെ. ഈ കസബ ബി എന്ന് പറയുമ്പോൾ അത് തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ നമ്മുടെ വചനങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്തവർ. ഉലായിക്ക അക്കൂട്ടർ, അസ്ഹാബുൻ നാരി. അന്നാർ എന്ന് പറഞ്ഞാൽ നരകം, തീയ്. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ സ്വാഹിബ് എന്നുള്ളതിൻ്റെ ബഹുജനാണ് അസ്ഹാബ്. സ്വാഹിബ് ആള്, അസ്ഹാബ് ആളുകൾ. അസ്ഹാബുൻ നാരി നരകത്തിൻ്റെ ആളുകളാണ്. ഉലായിക്ക അസ്ഹാബുൻ നാർ അവർ അക്കൂട്ടർ നരകത്തിൻ്റെ ആളുകളാണ്. ഖാലിദീന ഫീഹ ഇത് തൊട്ട് മുമ്പത്തായത്തിൽ വന്നല്ലോ, അതിൽ നിത്യവാസികളായ നിലയിൽ. വ ബിഅസ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ബിഅസ എന്നുള്ളത് മാലിയായൊരു പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. എത്രയോ ചീത്തയായിരിക്കുന്നു, എത്രയോ ചീത്തയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ മസീർ, മസീർ എന്ന് പറഞ്ഞാൽ മടക്കം, സങ്കേതം, മടങ്ങിച്ചെല്ലുന്ന സ്ഥലം. അപ്പോൾ വ ബിഅസൽ മസീർ അവരുടെ മടക്കസ്ഥാനം, അവർ തിരിച്ചു ചെല്ലുന്ന സ്ഥലം, അത് എത്ര ചീത്ത, അല്ലെങ്കിൽ അവരുടെ മടക്കം എത്ര ചീത്ത. അവരുടെ മടക്കസ്ഥാനം എന്നും പറയാം, അവരുടെ മടക്കം എന്നും പറയാം. അവരുടെ മടക്കം, അവരുടെ മടങ്ങിച്ചെല്ലൽ എത്ര മോശമായ രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ മടങ്ങിച്ചെല്ലുന്ന സ്ഥലം എത്ര മോശമായ രീതിയിലാണ്. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം വല്ലദീന കഫറു വ കസ്സബൂ ബി ആയാത്തിന ഉലായിക അസ്ഹാബുൻ നാരി ഖാലിദീന ഫീഹ. അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും അല്ലെങ്കിൽ അവ അവിശ്വസിക്കുകയും ചെയ്ത അത്തരം ആളുകൾ നരകത്തിൻ്റെ ആളുകളാണ്. അവർ ആ ഒരു നരകത്തിൽ എന്നെന്നും ശാശ്വതരായ രൂപത്തിൽ അല്ലെങ്കിൽ നിത്യവാസികളായ നിലയിൽ. വ ബിഅസൽ മസീർ അവരുടെ ആ മടക്കം എത്ര ചീത്തയായിരിക്കുന്നു, അവരുടെ ആ ഒരു മടങ്ങിച്ചെല്ലുന്ന സ്ഥലം എത്ര മോശമായതാണ്. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നു യൗമ യജ്മഉക്കും ലി യൗമിൽ ജംഇ. യൗമുൽ ജംഇ എന്നുള്ളത് അന്ത്യനാളിൻ്റെ മറ്റൊരു പേരാണ്. അന്ത്യനാളിന് പല പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ യൗമുൽ ജംഇ എന്നാണ് പറഞ്ഞത്. ഒരുമിക്കലിൻ്റെ ദിവസം, ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ പരലോകം, അന്ത്യനാൾ, മഹ്ശറാ ദിവസം. ആ ഒരു അന്ത്യനാളിന് വേണ്ടി, അന്ത്യനാളിലേക്കായി നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിചാരണ ചെയ്യാനായി നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു പ്രത്യേക ദിവസം. ദാലിക യൗമുത് തഗാബുൻ അത് നഷ്ടം നോക്കുന്ന ദിവസമാണ്, അത് നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. എന്താണ് ഈ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം? ശരിക്ക് തഗാബുൻ എന്ന് പറയുമ്പോൾ ചതിക്കൽ, വഞ്ചിക്കൽ എന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അവനെ പലതും ചതിച്ചിട്ടുണ്ട്. ഈ ലോകം തന്നെ ചില ആളുകളൊക്കെ ചതിച്ചിട്ടുണ്ട്. ഈ ലോകത്തുള്ള സൗകര്യങ്ങളും മറ്റും മാത്രം മതി എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ ആ ഒരു ജീവിത സുഖങ്ങളിൽ മയങ്ങി അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ എന്താ പറയേണ്ടാവുക? എനിക്കിവിടെ ഈ നഷ്ടം സംഭവിക്കാനുള്ള കാരണം ഞാൻ ജീവിച്ചിരുന്ന ആ ലോകം എന്നെ ചതിച്ചു, അതാണ് എല്ലാമെന്ന് ഞാനങ്ങ് കരുതി. ആ ഒരു ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, അതെന്നെ ചതിച്ചു. ചില ആളുകൾക്ക് അവരുടെ മക്കളും സമ്പത്തുമായിരിക്കും അവരെ ചതിച്ചിട്ടുണ്ടാവുക. കാരണം ചില ആളുകൾ അള്ളാഹുവിനെ മറന്ന് വെറും മക്കൾക്കും സമ്പത്തിനും വേണ്ടി ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടി. എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാര്യം മറന്നു, ദീനിൻ്റെ കാര്യം മറന്നു. തിരക്ക് പിടിച്ച ജീവിതം ചിലർ പറയാറില്ലേ, വളരെ തിരക്ക് പിടിച്ച ജീവിതം. എന്തിനുള്ള തിരക്കാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കാണോ? ഞാൻ വളരെ തിരക്കാണ്, എനിക്ക് ഭയങ്കര തിരക്കാണ്, ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന പല ആളുകളും ഈ ലോകത്തിന് വേണ്ടി, ഈ ഐഹിക ലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന തിരക്കാണ് പറഞ്ഞത്. അല്ലാതെ നാളെ പരലോകത്തേക്ക് അധ്വാനിക്കുന്ന തിരക്കല്ല. എനിക്കൊട്ടും സമയമില്ല, ക്ലാസ് കേൾക്കാനൊന്നും സമയമില്ല, ഖുർആൻ ക്ലാസ്സിന് വരാൻ സമയമില്ല, ഖുർആൻ ക്ലാസ് കേൾക്കാനും സമയമില്ല, ഖുർആൻ പഠിക്കാനും സമയമില്ല, കാരണം ഞാൻ നല്ല തിരക്കാണ്. എന്താണ് ഈ തിരക്ക്? ഈ ലോകത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന തിരക്ക്, അതല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള തിരക്കല്ല.
പല ആളുകൾക്കും. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അവിടെ നമുക്ക് ലാഭനഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. നമുക്കൊരു നഷ്ടമുണ്ടായി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ദിവസമാണ് അവിടെ. ഈ ലോകത്ത് നമ്മൾ ലാഭങ്ങൾക്ക് വേണ്ടി ഓടി, പക്ഷേ ആ ലാഭമൊക്കെ ഈ ലോകത്ത് വെച്ച് തീർന്നു. നാളെ പരലോകത്തെത്തുമ്പോഴേക്ക് ലാഭമൊന്നുമില്ല, അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. നമുക്ക് പരലോകം നഷ്ടമായി, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. ആരാണ് നമ്മളെ ചതിച്ചത്? ആരാണ് നമ്മളെ വഞ്ചിച്ചത്? ചില ആളുകൾക്ക് സൂചിപ്പിച്ച പോലെ മക്കളും സമ്പത്തും, മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ചെലവാക്കിയ ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നും എടുത്തു കാണിക്കാനില്ലാത്ത ആളുകൾ. ചില ആളുകൾക്ക് അവരുടെ സുഹൃത്തുക്കളാണ് അവരെ വഞ്ചിച്ചത്. സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പരലോകത്തെത്തുമ്പോൾ ഒന്നുമില്ല, വട്ടപൂജ്യമാണ്. ചില ആളുകൾക്ക് നേതാക്കളാണ് അവരെ വഞ്ചിച്ചത്. നേതാക്കൾ പറഞ്ഞതനുസരിച്ച് ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ശരിയായ രൂപത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് എന്നുള്ള കാര്യം നോക്കാതെ നേതാക്കൾ എന്ത് പറഞ്ഞാലും അത് കണ്ണും പൂട്ടി വിശ്വസിച്ച് അതനുസരിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ചില ആളുകൾക്ക് മാതാപിതാക്കളാണ് അവരെ തെറ്റായ രൂപത്തിലേക്ക്, നല്ല രൂപത്തിൽ ജീവിക്കുന്ന ചില ആളുകളെ അങ്ങനെയൊന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള രൂപത്തിൽ, ഈ മതവും ദീനുമൊക്കെ അതൊരു പഴഞ്ചനാണെന്നുള്ള രൂപത്തിൽ, കുറച്ചൊക്കെ നമ്മൾ ആധുനികമായ പരിഷ്കാര രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന രൂപത്തിൽ, നല്ല രൂപത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരെ പോലും ചില മാതാപിതാക്കൾ വഴിതെറ്റിക്കുന്നുണ്ട്. നേരെ തിരിച്ചുമുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം, അവിടെ നമുക്ക് നഷ്ടമുണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ദിവസത്തെ, ആ അന്ത്യനാളിനെ, ആ പരലോകത്തെ, ആ വിചാരണ നാളിനെ മറ്റൊരു പേരിൽ അള്ളാഹു പറയുന്നു യൗമുത് തഗാബുൻ. അത് നഷ്ടം വെളിപ്പെടുത്തലിൻ്റെ ദിവസമാണ്. അപ്പോൾ യൗമുൽ ജംഅ് എന്നുള്ളതും പരലോകത്തിൻ്റെ ഒരു പേരാണ്, യൗമുത് തഗാബുൻ എന്നുള്ളതും അന്ത്യനാളിൻ്റെ, പരലോകത്തിൻ്റെ ഒരു പേരാണ്. അതൊക്കെ അന്ത്യനാളിൻ്റെ പേരുകളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, യുകഫിർ അൻഹു സയ്യിആതിഹി, അവൻ്റെ തിന്മകളെ അള്ളാഹു മറച്ചു വെക്കും, അവൻ്റെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് വയഅമൽ സ്വാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഇനി ഏതാണ് ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് യുഅ്മിൻ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കണം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ ഒരാൾ അള്ളാഹുവിലൊന്നും വിശ്വസിക്കാതെ ഈ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ജീവിച്ചാലോ സ്വർഗം കിട്ടൂല. കാരണം അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കണം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും, അവർ മറ്റു മതക്കാരാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ, പാവങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒരുപാട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ എന്നിട്ട് അവർക്ക് സ്വർഗം കിട്ടൂലേ? അള്ളാഹു പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം എന്തായിരിക്കണം എന്നറിയോ? ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നാളെ സ്വർഗം ലഭിക്കണം എന്ന ആ ഒരു ആഗ്രഹത്തിൽ, ആ നെയ്യത്തിലായിരിക്കണം ചെയ്യുന്നത്. നാട്ടുകാർ കാണണമെന്നുള്ള രൂപത്തിൽ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നാളെ പ്രതിഫലം കിട്ടൂല. നമ്മുടെ നെയ്യത്ത് അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? ആദ്യം നമ്മുടെ മനസ്സിൽ അടിയുറച്ച വിശ്വാസം വേണം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത് വമൻ യുഅ്മിൻ ബില്ലാഹി, അള്ളാഹുവിൽ ആരാണോ വിശ്വസിക്കുന്നത്, വയഅമൽ സ്വാലിഹൻ, എന്നിട്ട് അതിൻ്റെ ഫലമായി ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അത്തരക്കാർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക. അതല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് സ്വർഗം കിട്ടൂല. അത് പറയുമ്പോൾ പല ആളുകൾക്കും പ്രയാസമാണ്. ഞങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ സ്വർഗം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അള്ളാഹുവിൽ വിശ്വസിക്കാതെ ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്വർഗം എങ്ങനെ കിട്ടാനാ? അള്ളാഹുവിൽ വിശ്വസിക്കണ്ടേ? എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ സ്വർഗം ലഭിക്കാനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടാവണ്ടേ? അതില്ലാതെ, ആ നെയ്യത്ത് ശരിയാവാതെ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് അള്ളാഹു പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായിട്ട് മാറുന്നില്ല. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വർഗം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, ആ നല്ല നെയ്യത്തോടു കൂടി ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താലോ, യുകഫിർ അൻഹു സയ്യിആതിഹി, അവൻ ചെയ്ത
തെറ്റുകൾ, തിന്മകൾ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കും, അത് മായ്ച്ചു കൊടുക്കും. അത് അള്ളാഹു മറച്ചു വെക്കും, അത് പുറത്തേക്കിടൂല. ലോകത്ത് ഉള്ള എല്ലാവരും, മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി വരാൻ പോകുന്നവരും എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു ദിവസം അള്ളാഹു ആ തെറ്റിനെ അവിടെ മറച്ചു വെക്കും. നമ്മൾ ചെയ്ത ആ തെറ്റിനെ, ആ തിന്മയെ അള്ളാഹു അവിടെ മായ്ക്കും. അതില്ല, അത് അള്ളാഹു ഒഴിവാക്കി. എന്നിട്ടോ അങ്ങനെ നമ്മുടെ തിന്മകൾ അള്ളാഹു മായ്ക്കുകയാണെങ്കിൽ, അങ്ങനെ അള്ളാഹു നമ്മുടെ തിന്മകളെ മറച്ചു വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് നിങ്ങൾക്ക് ആ തിന്മ നമ്മളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുക? വൈദഖൽഹു ജന്നാത്ത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും നമ്മളെ. കാരണം നമുക്ക് ഒരുപാട് നന്മകളാണ് പിന്നെ വന്നത്. തജ്രി മിൻ തഹ്തിയൽ അൻഹാറു, താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ തോട്ടങ്ങൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും, ഈ താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്ന അല്ലെങ്കിൽ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ഒക്കെ പറയുമ്പോൾ പലർക്കും അതൊക്കെയാണോ സ്വർഗം, അത്രയൊക്കെയുള്ളൂ സ്വർഗം, അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ എങ്ങനെയൊക്കെ ജീവിക്കണത് എന്ന് ചിലപ്പോൾ തോന്നും. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചില സൂചനകൾ, ചില സാമ്പിളുകൾ മാത്രമാണ് അള്ളാഹു പറയുന്നത്. നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്വർഗം. യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ഒരു കണ്ണും ഇന്നേ വരെ കാണാത്ത, ഒരു കാതും ഇന്നേ വരെ കേൾക്കാത്ത മനോഹരമായ ശബ്ദങ്ങളും, ഒരു മനസ്സും ഇന്നേ വരെ ചിന്തിക്കാത്ത അത്രയും മനോഹരമായ കാര്യങ്ങളും, ഒരാൾക്കും ഇന്നേ വരെ അനുഭവപ്പെട്ടില്ലാത്ത അത്രയും വലിയ സുഖങ്ങളും അടങ്ങിയ ഭാഗം. അത് നമുക്ക് ഈ ലോകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മുടെ ചിന്തയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അള്ളാഹു അതിൻ്റെ ചില സാമ്പിളുകൾ, ചില സൂചനകൾ തരും. ആ സൂചനകൾ മാത്രമാണ് താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, തോട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട് പരിചയമുള്ള പുഴകളൊക്കെയാണ് വരിക. സ്വർഗത്തിലുള്ളത് ഇതല്ല. സ്വർഗത്തിലുള്ളത് ഇന്നേ വരെ ഒരാളും ചിന്തിക്കാത്ത രൂപത്തിലുള്ള അത്രയും മനോഹരമായ കാര്യങ്ങളാണ്, അത്രയും സുഖങ്ങളാണ്. സുഖം മാത്രം അനുഭവിപ്പിക്കാനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക്. സുഖം മാത്രം. ഒരു മനസ്സിൻ്റെ ഒരു ടെൻഷനോ ഒരു തെറ്റായ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളോ അല്ലെങ്കിൽ അനാവശ്യ സംസാരമോ ഒന്നുമില്ലാത്ത സുന്ദരമായ ഒരു സ്ഥലം, നമുക്ക് ഏറ്റവും സുഖങ്ങൾ മാത്രം ലഭിക്കുന്ന സ്ഥലം. സുഖങ്ങൾ മാത്രം. ഒരു തലവേദനയുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ടെൻഷനുമില്ല, ഒരു രോഗവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. സുഖങ്ങൾ മാത്രം. അങ്ങനെയുള്ള ആ സ്വർഗത്തിൽ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ജീവിതം? ഖാലിദീന ഫിഹ അബദൻ, എന്നെന്നും അവിടെ നിത്യവാസികളായ രീതിയിലാണ്, ശാശ്വതരായിക്കൊണ്ടാണ്. സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എന്നെന്നും അവിടെ കഴിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിലേക്ക് കടക്കുക എന്നുള്ളതല്ല, എന്നെന്നും ആ സ്വർഗം കിട്ടുന്നുള്ളതാണ്. സ്വർഗം കിട്ടുക എന്നുള്ളതും സ്വർഗം എന്നെന്നും കിട്ടുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെന്നും സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാം. നിങ്ങളാലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക കാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നഷ്ടപ്പെട്ടു. ആ ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം ഈ ലോകത്തിന് വേണ്ടി ആർത്തി കൂട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മളെ കൈവിട്ടു പോകുന്ന ഈ ഒരു ലോകത്തിന് വേണ്ടി കുറച്ച് കാലത്തെ ഈ ഒരു ഇടവേളയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സുഖം കിട്ടിയപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം മറക്കുന്നത്. അതേസമയം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം, ഒരിക്കലും അവസാനിക്കാത്ത ഒരു സുഖം, അതാണ് സ്വർഗം. ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ദാലിക്കൽ ഫൗസുൽ അലീം, അതാകുന്നു മഹത്തായ വിജയം. വിജയം എന്നുള്ളത് നമ്മൾ ഈ ലോകത്ത് നിന്ന് പലപ്പോഴും കേട്ടതാണ്. പല പരീക്ഷകളിലും വിജയിക്കാറുണ്ട് പലരും. പക്ഷേ ആ വിജയം ഒരു പക്ഷേ ഈ ലോകത്ത് കുറച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു പരീക്ഷയിൽ പരാജയമായിട്ട് ആ മുമ്പ് വിജയിച്ച് ഒരു ഉപകാരവും ഇല്ലാത്ത രൂപത്തിലേക്ക് എത്തിയ അവസ്ഥകളുണ്ട്. ഇനി ചില സമയത്ത് ഈ ലോകത്ത് ചില ആളുകൾ പരാജയപ്പെടും. അത് വീണ്ടും വീണ്ടും ആ പരീക്ഷ എഴുതിയിട്ട് വിജയിക്കാനുള്ള അവസരമുണ്ട്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥാനാർത്ഥി വീണ്ടും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വിജയിച്ചേക്കാം. അപ്പോൾ ഈ ലോകത്തുള്ള വിജയവും പരാജയവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിയുന്നതാണ്. വിജയം പരാജയമാവാം, പരാജയം വിജയമാവാം, വിജയം കൊണ്ടൊരു ഉപകാരവും കിട്ടാതെ ഇരിക്കാം, പല രൂപത്തിലും വന്നേക്കാം. പക്ഷേ അള്ളാഹു ഫൗസുൽ അലീം, വമ്പിച്ച വിജയം എന്ന് പറഞ്ഞത് ഈ ലോകത്തുള്ള വിജയത്തെക്കുറിച്ചല്ല. അൽ ഫൗസ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ 19 പ്രാവശ്യം വന്നിട്ടുണ്ട്.
അതിൻ്റെ മറ്റ് രൂപഭേദങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാസ, ഫായിസ് എന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 29 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ഫൗസ് എന്നുള്ള പദം ഒരു പ്രാവശ്യം പോലും ഈ ലോകത്തുള്ള വിജയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും പരലോകത്തുള്ള വിജയത്തെക്കുറിച്ച് പറയാനാണ് ഉപയോഗിച്ചത്. കാരണം അതാണ് യഥാർത്ഥ വിജയം. അവിടെ വിജയിച്ചാൽ പിന്നത് പരാജയമായി മാറുന്ന പേടിക്കാനില്ല. അതുകൊണ്ട് അതാണ് ആ പരലോകത്തൊരാൾ വിജയിച്ചാൽ അതാണ് മഹത്തായ വിജയം, അതാണ് യഥാർത്ഥ വിജയം, അതാണ് ഏറ്റവും ഗംഭീരമായ വിജയം. അതിന് പിന്നീടൊരു തിരിഞ്ഞുപോക്കില്ല, അത് പിന്നീടൊന്ന് മാറി മറിയാനില്ല. അതേസമയം ഈ ലോകത്ത് ഒരാൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വിഷയം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയം വീണ്ടും പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാം. സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ പരലോകത്തേക്കുള്ള ഒരു പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ പറ്റില്ല, തോറ്റ വിഷയം പിന്നെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് മഹത്തായ വിജയമാണ്. അവിടെ വിജയിക്കുകയാണെങ്കിൽ അത് മഹത്തായ വിജയമാണ്. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലസീന കഫറു വ കസ്സബൂ ബി ആയാത്തിന. എന്നാൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കുകയും ചെയ്ത ആളുകളുണ്ട് ചിലർ. അവർ അവിശ്വസിക്കുകയാണ്, ഇതിൽ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ തള്ളിക്കളയാണ്, അതിനെ കളവാക്കുകയാണ്. ചില ആളുകളുടെയൊക്കെ ജീവിതം കൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ ചില വചനങ്ങളെ കളവാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു ദീനിന്, ഈ മതത്തിന് കളങ്കമേൽപ്പിക്കുന്ന തരത്തിൽ, അങ്ങനെയൊന്നും ഒരു അള്ളാഹു ഇല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വചനങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുന്ന, അതൊക്കെ കള്ളമാണ്, അള്ളാഹു എന്നുള്ളതും അള്ളാഹുവിൻ്റെ വചനങ്ങളും ഖുർആനും ഒക്കെ കള്ളമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ ചില ആളുകൾ ജീവിക്കും. അതാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കൽ. അത് തള്ളിക്കളയുന്ന രൂപത്തിൽ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അള്ളാഹു ചെയ്യേണ്ടത് ചെയ്തോട്ടെ, അങ്ങനെ ഒരു പരലോകം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ ചെയ്തോട്ടെ, അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ യാതൊരു പേടിയുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ കാണാം. അതാണ് തള്ളിക്കളയൽ. അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ തള്ളിക്കളയാം, എന്നിട്ട് തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുന്നവർ, കളവാക്കുന്നവർ, അവർ ഓർക്കണം, ഉലായിക അസ്ഹാബുന്നാർ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. അവരെ നരകത്തിലേക്ക് ഇടുമെന്നല്ല പറഞ്ഞത്, അവർ നരകത്തിൻ്റെ ആളുകളാണ്, നരകത്തിൻ്റേതാണ് അവർ, നരകത്തിന് അവകാശപ്പെട്ടവരാണ്. നരകത്തിലാണെന്നല്ല, നരകത്തിൻ്റേതാണ്, നരകത്തിന് അവകാശപ്പെട്ടവരാണ് അവർ. പിന്നെ അവിടെ ചെന്നിട്ട് മറ്റൊരാൾക്ക് അവകാശം പറയാൻ പറ്റില്ല, അവർ നരകത്തിൻ്റേതാണ്. അവരോ ഖാലിദീന ഫിഹ, അവരവിടെ ശാശ്വതരായിരിക്കും. നരകത്തിൽ നമ്മൾ തീയിൽ കത്തുന്നു എന്നുള്ളതല്ല വലിയ വിഷയം, എന്നെന്നും കത്തിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് നമ്മുടെ വിരലൊന്ന് ഒരു തീയിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് ആ തീയിൽ കുറച്ച് സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ശരീരം എന്നെന്നും കത്തുന്ന ഒരു അവസ്ഥയാണെങ്കിലും, ഒരിക്കൽ കത്തലല്ല, എന്നെന്നും കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു നരകത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതൊക്കെ അള്ളാഹു ഒരു ക്രൂരത കാണിക്കുകയല്ല, മുൻകൂട്ടി പറഞ്ഞു തരികയാണ്, നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ചോളൂ, എന്നാൽ ഇങ്ങനെയുള്ള ശിക്ഷ ലഭിക്കൂല. നല്ല രൂപത്തിൽ ജീവിച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷയൊന്നും നിങ്ങൾക്ക് ലഭിക്കൂല എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലാതെ നിങ്ങളെ എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശപ്രകാരം നമ്മളെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് നരകത്തിലേക്ക് ഇടണം എന്നല്ല, എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് നമ്മൾ പോവാതിരിക്കണം. അതിന് കാരുണ്യവാനായ അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരിക, ഇങ്ങനെ നിങ്ങൾ ജീവിക്കൂ, ആ നരകത്തിലേക്ക് നിങ്ങൾ പോവരുത് എന്ന്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മളുടെ മക്കളോട് ചില അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കൂലേ, നീ അങ്ങോട്ട് പോവരുത് കേട്ടോ, അവിടെ വലിയൊരു അപകടമുണ്ട്, അല്ലെങ്കിൽ അവിടെ വലിയ ഒരു വെള്ളക്കെട്ടുണ്ട്, അവിടെ വലിയൊരു തീക്കുണ്ടാരുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നീ അങ്ങോട്ട് പോകരുത് കേട്ടോ, ഇതുവഴി പോയാൽ മതി എന്ന് പറയുന്നത് എന്തിനാ? ആ കുട്ടികളോട്, നമ്മുടെ മക്കളോട് നമുക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് അവർ ആ അപകടത്തിലേക്ക് പോയി ചാടരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ മക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾ ചോദിക്കുകയാണ് നമ്മളോട്, നിങ്ങൾ ഇത്രയധികം ക്രൂരതയാണോ ഈ പറഞ്ഞു തരുന്നത് ചോദിച്ചാൽ അതിനർത്ഥമുണ്ടോ? അപ്പോൾ അവിടെ ചില നന്മകൾക്കുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ചെയ്തു തന്നിട്ട് ആ നന്മകളിലൂടെ തന്നെയാണ് നിങ്ങൾ പോവേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്യാതെ ധിക്കാരപൂർവ്വം അള്ളാഹു പറഞ്ഞതിൻ്റെ എതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രം ശിക്ഷ തരും എന്നേ അള്ളാഹു പറയുന്നുള്ളൂ. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, ഇതൊക്കെ കേട്ടിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും എന്നൊരാൾ ധിക്കാരപൂർവ്വം അള്ളാഹുവിൻ്റെ ഭാഗത്തെ തള്ളിക്കളയുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. വ ബിഅ്സൽ മസീർ, അങ്ങനെ ഈ ലോകത്തുനിന്ന് അവരുടെ ആ ഒരു മടങ്ങിപ്പോക്കുണ്ടല്ലോ,
അത് എത്ര മോശമായൊരു പോക്കാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു മടക്ക സ്ഥാനമുണ്ടല്ലോ, ഏറ്റവും അവസാനം അങ്ങനെ ഇവിടെ നിന്നൊക്കെ പോയി അവരെത്തുന്ന ആ ഒരു സ്ഥാനം നരകം, അത് എത്ര മോശം, എത്ര ചീത്ത. അപ്പോൾ ഈ രൂപത്തിൽ കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ പരീക്ഷയിലെ ചോദ്യപേപ്പർ ആദ്യമേ തരികയാണ്. ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് മുൻകൂട്ടി ചോദ്യപേപ്പർ തരിക. എന്നിട്ടാണ് നമ്മളോട് പരീക്ഷ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ശരിയാണ്, ഇങ്ങനെ ജീവിച്ചാൽ ഉത്തരം തെറ്റാണ്. മുൻകൂട്ടി ചോദ്യങ്ങൾ, ഏതാണ് ശരി ഉത്തരം, ഏതാണ് തെറ്റുത്തരം എന്നൊക്കെ അള്ളാഹു പറഞ്ഞു തരികയാണ്. എന്നിട്ട് നമ്മളോട് ഇതിൽ ഈ ശരിയുത്തരം എന്ന് പറഞ്ഞത് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി എന്ന് പറയാം. എന്നിട്ട് പോലും നമ്മൾ ഉത്തരം തെറ്റിക്കുകയാണെങ്കിലോ, എന്നിട്ട് പോലും നമ്മൾ തെറ്റായ ജീവിത രീതി സ്വീകരിക്കുകയാണെങ്കിലോ, അതൊക്കെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ശരിയുത്തരം ഒന്നും എഴുതാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ തെറ്റുത്തരം തന്നെ എഴുതി ജീവിക്കട്ടെ എന്നൊരാൾ വാശി പിടിക്കുകയാണെങ്കിലോ, അയാൾക്ക് ശിക്ഷ അർഹതപ്പെട്ടതാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം. നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യൗമ യജ്മഉക്കും, യജ്മഉക്കും, ജ് എന്നുള്ള ആ ഒരു ജീമിൻ്റെ സുക്കൂന് വെളിവായി കേൾക്കണം, എടുത്തു പറയണം. അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഖുത്തുബുജദ്, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കി പറയണം. അപ്പോൾ യജ്മഉക്കും ലി യൗമിൽ ജംഅ, അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ പോകലാണ് ഏറ്റവും നല്ലത്. അഥവാ നിർത്തുകയാണെങ്കിൽ അവിടെ ഐനിന് സുക്കൂനിട്ടിട്ട് ജംഅ എന്നുള്ള രൂപത്തിൽ അവിടെ സുക്കൂനിട്ടിട്ട് നിർത്തുക. നിർത്താതെ പോവുകയാണെങ്കിൽ ജംഅ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവാം. ദാലിക യൗമു തഗാബുൻ, തഗാബുൻ എന്നുള്ളത് കഴിഞ്ഞിട്ടൊരു ഖലി കാണാം, ഖാഫുൻ ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ നിർത്തുക, ഏറ്റവും നല്ലത് അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ നിർത്തുന്ന സമയത്ത് തഗാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. ഇനി അഥവാ ഒരാൾ അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ തഗാബുനി ആ എഴുതിയ പോലെ തന്നെ ഓതിപ്പോവുക. വമൈ യുഅ്മിൻ, നൂന് സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ വമൈ യുഅ്മിൻ, വമൈ യുഅ്മിൻ, യുഅ്മിൻ ബില്ലാഹി. യുഅ്മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ബ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ യുഅ്മിൻ എന്നല്ല, യുഅ്മിം, സാവകാശം ഒരു മീമിലേക്ക് പോവുക. യുഅ്മിൻ ബില്ലാഹി, ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ നിയമത്തിൻ്റെ പേര്. ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. അപ്പോൾ അവിടെ സുക്കൂനുള്ള നൂനായിട്ട് പോലും നമ്മൾ സുക്കൂനുള്ള മീമാണെന്ന് വിചാരിച്ചാണ് പാരായണം ചെയ്യുന്നത്. യുഅ്മിൻ ബില്ലാഹി, അതിനെ ഇഖ്ലാബ് എന്ന് പറയും. ബില്ലാഹി എന്നുള്ളിടത്ത് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരം വന്നതുകൊണ്ട് ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാഹി. വയഅമൽ സ്വാലിഹൻ, സ്വാലിഹൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം യാ ആണ്. അപ്പോൾ ആ തൻവീനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. സ്വാലിഹൈ യുകഫിർ, സ്വാലിഹൈ യുകഫിർ. യുകഫിർ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റാ എന്ന് സുക്കൂന്, അത് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അൻഹു സയ്യിആത്തിഹി, അൻഹു എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹ ഉലമീറിനെ നീട്ടരുത്. കാരണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തില്ല, അവിടെ സുക്കൂനാണ്. സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ടെങ്കിലേ ഹ ഉലമീറിനെ നീട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അൻഹു എന്നേ പറയാവൂ. സയ്യിആത്തിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അങ്ങനെയല്ല. സയ്യിആത്തിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീറുണ്ട്. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ നീട്ടാം, 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അങ്ങനെ നീട്ടുമ്പോൾ സയ്യിആത്തിഹി ഒരൽപ്പം നീട്ടും. ആ നീട്ടലിനെ സൂചിപ്പിക്കാനാണ് ഒരു യാൻ്റെ കഷ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വയുദ്ഖിൽഹു, അവിടെ ദാലിന് സുക്കൂന്. നേരത്തെ നമ്മൾ ഖുത്തുബുജദ് എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ദാല് പറഞ്ഞല്ലോ. അപ്പോൾ യുദ്, ദ് എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിനെടുത്ത് പറയണം, കുറച്ച് കനപ്പിച്ച് പറയാം, അല്ലെങ്കിൽ വെളിവാക്കി പറയാം. യുദ്ഖിൽഹു, യുദ്ഖിൽഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉദമീർ, അതിനെ നീട്ടാൻ പാടില്ല. എന്താണ് കാരണം? തൊട്ട് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, ആ ഹ ഉദമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, ജീമിന് ഫതഹുണ്ട്. തൊട്ട് മുമ്പോ ലാമിന് സുക്കൂനാണ്, അത് ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ മുമ്പും ശേഷവും 2 ഭാഗത്തും ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ ഒരു ഭാഗത്തെ ഹർക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. അവിടെ യുദ്ഖിൽഹു എന്നേ പറയാവൂ. ജന്നാത്തിന്, അവിടെ നൂൻ്റെ ശബ്ദ് മണിക്കുക. ജന്നാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലെ തൻവീന്, താഇൻ്റെ തൻവീന്, അതിനുശേഷം താ ആണ് വന്നത്. തജ്രി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ താ, അതിനെ ഇഖ്ഫാ ചെയ്യുക. ആ തൻവീനെ ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കി മണിക്കുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക.
അപ്പോൾ ജന്നാത്തി ജന്നാത്തി തജിരി. തജിരി എന്ന് പറയുമ്പോൾ ജീവന് സുക്കൂന് വന്നു, നേരത്തെ സൂചിപ്പിച്ചു. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, വെളിവാക്കി പറയണം. തജിരി. റാഇന് കസറായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മീ തഹ്തിഹ, താഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മീ തഹ്തിഹ. തഹ്തിഹൽ അൻഹാറു. തഹ്തിഹ എന്ന് കഴിഞ്ഞിട്ട് ഹംസത്ത് വസിൽ വന്നു. ഒരു മദ്ദിന് ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ തഹ്തിഹ അൽ അൻഹാറു എന്ന് പറയില്ല, തഹ്തിഹ എന്നുള്ളതിൻ്റെ നീട്ടിൽ നഷ്ടപ്പെടും, മദ് നഷ്ടപ്പെടും. തഹ്തിഹ എന്നേ പറയുള്ളൂ. തഹ്തിഹൽ അൻഹാറു. അൻഹാറു എന്നുള്ളിടത്ത് സുക്കൂണിലെ നൂനിന് ശേഷം ഹാ വന്നു. അവിടെ നൂനിനെ വെളിവാക്കണം, ഇദ്ഹാർ ചെയ്യണം. അൻഹാറു. ഖാലിദീന ഫിഹ. ഫിഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്, ഹാ എന്നുള്ള അത് മദ്ദാണ്, നീട്ടലാണ്. ശേഷം ഹംസയാണ് വന്നത്. മദ്ദിന് ശേഷം ഹംസ വന്നാൽ ആ മദ്ദിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അത് വ്യത്യസ്ത പദങ്ങളിലായതുകൊണ്ട്. അതേസമയത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. ഇവിടെ വ്യത്യസ്ത പദങ്ങളിലാണ്, അതുകൊണ്ട് മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. ഫിഹാ അബദൻ എന്നാണ് അവിടെ എഴുത്ത്. അവിടെ നമുക്കൊരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അബദ എന്ന് പറഞ്ഞാൽ നിർത്തേണ്ട, അബദൻ എന്നല്ല, അബദ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഫതഹ് തൻവീനിലുള്ള ഒരു അക്ഷരത്തിൽ നമ്മൾ പാരായണം നിർത്തുമ്പോൾ അത് ഫതഹ് ആക്കിയിട്ട് 2 അക്ഷരം നീട്ടണം. അതിനെയാണ് മദ് അഴിവദ് എന്ന് പറയാം. അപ്പോൾ അബദ എന്ന് പറഞ്ഞിട്ടാണ് നീട്ടുക. അതേസമയം അവിടെ നിർത്താതെ പോവുകയാണെങ്കിലോ, അപ്പോൾ അബദൻ എന്നുള്ളതിൻ്റെ തൻവീന് പറയുമ്പോൾ തൊട്ടടുത്ത അക്ഷരം നോക്കണം. സാലിക്ക എന്നുള്ളതിൽ സാലാണ്. അവിടെ ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ അബദ സാലിക്ക. ഇനി സാലിക്കൽ ഫൗസുൽ അലീം, അവസാനത്തെ മീമിന് സുക്കൂനിടുക, തൊട്ട് മുമ്പത്തെ നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്കാര്യതായിട്ട് മാറും. അടുത്ത ആയത്ത് വല്ലസീന കഫറു വ കസ്സബു ബി ആയാത്തിന. ആയാത്തിന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദാണ്. അതിനുശേഷം ഉലായിക്ക എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു. ആ മദ്ദിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. കാരണം വ്യത്യസ്ത പദങ്ങളിലാണ്, മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ ബി ആയാത്തിന ഉലായിക്ക. ഉലായിക്ക എന്നുള്ളതിൻ്റെ ഉള്ളിൽ ആ ലാമിന് മദ്ദുണ്ട്, ശേഷം ഹംസയാണ്. അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. അവിടെ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അതിന് മദ് മുത്തസിൽ എന്നാണ് പറയാം. വ്യത്യസ്ത പദങ്ങളിലാകുമ്പോൾ മദ് മുൻഫസിൽ. ഇത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ മദ് മുത്തസിൽ. മദ് മുത്തസിലാകുമ്പോൾ നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അസ്ഹാബുൻ നാരി, അവിടെ നൂൻ്റെ ശബ്ദം മണിക്കുക. നാരി എന്നുള്ളിടത്ത് റാഇന് കസ്റാണ്, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ഖാലിദീന ഫിഹ. ആ ഫിഹ എന്ന് കഴിഞ്ഞിട്ട് അവിടെ സിലി കാണാം. അവിടെ പാരായണം നിർത്താതെയും ഓതാം. നിർത്താതെ പോകലാണ് ഏറ്റവും നല്ലത്. വ ബിസൽ മസീർ എന്നുള്ളിടത്ത് അവസാനത്തിലുള്ള റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിൽഹു ജന്നാത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഖാലിദീന ഫീഹാ വബിഅ്സൽ മസീർ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യൗമ എന്നുള്ളത് ഒരു ലർഫാണ്. ലർഫ് 2 രൂപത്തിലുണ്ട്. സമയത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട്. സ്ഥലത്തെ സൂചിപ്പിക്കുന്നതിന് ലർഫ് മെക്കാൻ എന്ന് പറയും, സമയത്തെ സൂചിപ്പിക്കുന്നതിന് ലർഫ് സമാൻ എന്ന് പറയും. ഇത് ഒരു സമയത്തെ, ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ലർഫ് സമാനാണ്, ടൈം അഡ്വർബ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ദിവസം, യൗമ യജ്മഉകും, ഒരുമിച്ച് കൂട്ടുന്നതായ ദിവസം. ലി യൗമി, യൗമ് എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ ലി യൗമി, ലീ എന്നുള്ളത് ഹർഫ് ജറാണ്. ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് യൗമി എന്ന അവസാനത്തിൽ കസറിട്ടത്. ഇനി ആ യൗമുൽ ജംഇ എന്ന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ യൗം എന്നുള്ള പദത്തെ ജം എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അതിന് ഇറാബ് ജറായിരിക്കും. സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ, അതുകൊണ്ടാണ് ജംഇ എന്നെഴുതിയത്. ഇനി ശരിക്ക് ഒരുമിച്ച് കൂട്ടലിൻ്റെ ദിവസം എന്നുള്ളതിന് യൗമുൽ ജംഇ എന്നാണ് പറയാം. എന്തുകൊണ്ടാണ് യൗമി എന്നായത്? അത് ലീ വന്നതുകൊണ്ടാണ്.
ലീ വന്നിട്ടില്ലെങ്കിൽ യൗമുൽ ജംഇ, അപ്പോഴും ജംഇ എന്നുള്ളതിന് അവസാനത്തിൽ കസ്ർ തന്നെയാണ് വരിക. യൗമുൽ ജംഇ എന്ന് പറയുമ്പോഴും ലി യൗമിൽ ജംഇ എന്ന് പറയുമ്പോഴും ആ ജംഇ എന്നുള്ളതിന് കസ്ർ തന്നെയാണ്. കാരണം അത് മുളാഫിൻ ഇലൈഹിയാണ്, അതിന് എപ്പോഴും ഇറാബ് ജറായിരിക്കും. ഇനി ദാലിക യൗമു തഗാബുൻ, ഈ യൗമു തഗാബുൻ എന്ന് പറയുമ്പോഴും അത് മുളാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. യൗം എന്നുള്ളതിനെ തഗാബുനിലേക്ക് ചേർത്തു, അതുകൊണ്ട് തഗാബുൻ എന്നുള്ളത് മുളാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് തഗാബുനി എന്നെഴുതണം, കാരണം അത് മുളാഫിൻ ഇലൈഹി ആയതുകൊണ്ട്. അതിൻ്റെ ഉടേ എന്നുള്ള അർത്ഥമൊക്കെയാണ് വരിക. അപ്പോൾ യൗമു തഗാബുൻ എന്ന് പറയുമ്പോൾ നഷ്ടം വെളിപ്പെടുത്തലിൻ്റെ ദിവസം, മറ്റേ ലി യൗമിൽ ജംഇ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂടലിൻ്റെ ദിവസം. അങ്ങനെ വമൈ യുഅ്മിൻ ബില്ലാഹി, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മൻ വന്നില്ലേ, ആ മന്നൊരു ഷർത്തിന് വേണ്ടിയിട്ടാണ്, നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മന്ന് വരുമ്പോൾ അതിന് ശേഷം പറയുന്ന മുളാരിയായിട്ടുള്ള ക്രിയകൾ അതിന് ജസ്മ് കിട്ടും. അപ്പോൾ വമൻ യുഅ്മിനു എന്നല്ല പറയാം, വമൻ യുഅ്മിൻ, അവസാനത്തിൽ സുക്കൂനിടും. സാധാരണ സുക്കൂന് കൊണ്ടാണ് ജസ്മിനെ സൂചിപ്പിക്കുക, അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വമൈ യുഅ്മിൻ, അവിടെ യുഅ്മിനു എന്നുള്ളത് യുഅ്മിൻ എന്ന് വരാൻ കാരണം മന്നു എന്നതുകൊണ്ടാണ്. ബില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പ് ബി എന്നുള്ള ഹർഫ് ജർ വന്നു, അതുകൊണ്ട് ബി എന്നുള്ളത് നേരത്തെ ലീ പറഞ്ഞ പോലെ തന്നെ ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജർ കിട്ടും. അതുകൊണ്ടാണ് ബില്ലാഹി, അവസാനത്തിൽ കസർ വന്നത് ബി വന്നതുകൊണ്ടാണ്. ഇനി വ യഅമൽ, ആ ഒരു യുഅ്മിൻ എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതാണ് യഅമൽ എന്നുള്ളത്, മഅ്തൂഫ് എന്ന് പറയും. അതുകൊണ്ട് ആ മൻ എന്നുള്ളത് ഇതിലേക്കും ബാധകമാണ്, അതിനെ സൂചിപ്പിക്കാനാണ് വാവിട്ടത്. അപ്പോൾ ശരിക്കും അവിടെ മൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. മൻ യഅമൽ, ആ മന്ന് വരുമ്പോൾ യഅമലു എന്ന് പറയില്ലല്ലോ, യഅമൽ എന്നല്ലേ പറയാം, അങ്ങനെയാണ് അത് വന്നത്. ഇനി വ യഅമൽ, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. എന്ത് പ്രവർത്തിക്കുക? സ്വാലിഹൻ, സൽക്കർമ്മം. അപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് സ്വാലിഹൻ അവസാനത്തിൽ ഫത്തഹ് തൻവീൻ ഇട്ടത്, അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ടാണ്. ഇനി ഒരു നിബന്ധന പറഞ്ഞു, ഒരു ഷർത്ത് പറഞ്ഞു, ഇങ്ങനെ ആരാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുക, അതതിൻ്റെ ജവാബാണ്, അതതിൻ്റെ മറുപടിയാണ്. ആ ജവാബ് പറയുന്ന ഭാഗത്തും ഇതുപോലെ ജസ്മുള്ള രൂപത്തിലാണ് പറയാം. അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടും? യുക്കഫിർ, അവർക്ക് കിട്ടുന്ന അവരുടെ ജവാബാണ് പറയുക. അതുകൊണ്ടാണ് യുക്കഫിറു എന്നെഴുതാതെ യുക്കഫിർ ജസ്മ് കൊടുക്കാനുള്ള കാരണം. അവിടെയും അവസാനത്തിൽ സുക്കൂന് കൊടുത്തല്ലോ, അത് ജസ്മ് കൊടുത്തതാണ്. ഇനി യുക്കഫിർ അവർക്ക് മറച്ചു കൊടുക്കുമെന്ന് പറയില്ല. എന്താണ് അവരുടെ മറച്ചു വെക്കുക? സയ്യി ആത്തിഹി. അപ്പോൾ സയ്യി ആത്ത് എന്നുള്ളത് ഒബ്ജക്റ്റാണ്, മഫ്ഊലുൻ ബിഹിയാണ്, കർമ്മമാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീനോ കൊണ്ടോ. പക്ഷേ അലിഫും താവും ഉള്ള അവസാനത്തിൽ വരുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങളൊക്കെ വരുമ്പോൾ അതിന് നസ്ബ് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ഫത്ത് കൊണ്ടല്ല നസ്ബിനെ സൂചിപ്പിക്കുക, കസ്ർ കൊണ്ടാണ്. സാധാരണ നമ്മൾ ജറാണെന്ന് വിചാരിക്കും, അല്ല, കസ്ർ കൊണ്ട് തന്നെ ഫത്ത് നസ്ബും സൂചിപ്പിക്കും ജറും സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് സയ്യി ആത്തി അവസാനത്തിൽ കസ്റാണുള്ള കാരണം അത് മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ടാണ്. ഇനി യുക്കഫിർ എന്ന് പറഞ്ഞല്ലോ, മറച്ചു കൊടുക്കും, മായ്ക്കും എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മായ്ക്കുക മാത്രമല്ല വയുദ്ഖിൽഹു, പ്രവേശിപ്പിക്കും. അപ്പോൾ അതും ആ യുക്കഫിർ എന്നുള്ളതിലേക്ക് ചേർക്കുകയാണ്, അതുകൊണ്ട് അതിനെ മഅ്തൂഫ് എന്ന് പറയും. അവിടെ ആ ഒരു ജവാബ് ഇതിനും ബാധകമാണ്, അല്ലെങ്കിൽ ജവാബ് യുക്കഫിർ എന്നുള്ള ഭാഗത്ത് തുടങ്ങി അതിലേക്ക് ചേർത്ത് ഇതും കൂടെ പറഞ്ഞു, ഇതും ആ ജവാബിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് യുദ്ഖിലു എന്ന് പറയാതെ യുദ്ഖിൽ എന്ന് പറഞ്ഞു. ഇനി എവിടെയാണ് പ്രവേശിപ്പിക്കുക? ജന്നാത്ത്, സ്വർഗ്ഗങ്ങളിൽ. അപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ട് അതിന് നസ്ബ് കിട്ടിയ അവസ്ഥയിലാണുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അലിഫും താവും പദങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങളാണെങ്കിൽ അതിന് കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ ആണ് നസ്ബിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ജന്നാത്തിൻ എന്ന അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്. ജന്നാത്തൻ എന്ന് എഴുതൂല. അങ്ങനെ എഴുതാൻ പറ്റിയ ഒരു പദമാണെങ്കിൽ അങ്ങനെ എഴുതുമായിരുന്നു. പക്ഷേ ഈ ജന്നാത്ത് എന്നുള്ള അലിഫും തായിലും അവസാനിക്കുന്ന ബഹുവചനത്തിലുള്ള സ്ത്രീലിംഗ പദമായതുകൊണ്ട് കസ്റോ കസ്ർ തൻവീനോ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഇനി തെജിരി, ഒഴുകുന്നു. എന്തുകൊണ്ട് യജിരി എന്ന് പറയാതെ തെജിരി എന്ന് പറഞ്ഞു? എന്ത് ഒഴുകുന്ന കാര്യമാണ് പറഞ്ഞത്? അൻഹാർ, പുഴകൾ. പുഴകൾ എന്നുള്ളത് ഒരു ഗൈറു ആക്കൽ എന്ന് പറയും. ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പൊതുവേ നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് കൂട്ടുക. അപ്പോൾ അൻഹാർ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് തെജിരി എന്ന് ഉപയോഗിച്ചത്. അത് പുല്ലിംഗാണെങ്കിൽ യജിരി എന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ തെജിരി എന്ന് പറയുമ്പോൾ ഒഴുകുന്നു. ആരാണ് ഒഴുകുന്നത്? പുഴകളാണ് ഒഴുകുന്നത്. ഫായിലാണ് അൻഹാർ എന്നുള്ളത്. ആ ഫായിൽ, അതായത് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്, അതിനനുസരിച്ചാണ് ഇതിൻ്റെ ക്രിയ മാറുക. അപ്പോൾ അൻഹാർ എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് തെജിരി എന്നുള്ള സ്ത്രീലിംഗ രൂപത്തിലുള്ള പദപ്രയോഗം വന്നു എന്നർത്ഥം. മിൻ തഹ്തിഹ, തഹ്ത എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വരുമ്പോൾ മിൻ തഹത്തി എന്നായി. മിൻ ഹർഫ് ജറാണ്. ഇനി
ഖാലിദീന എന്നുള്ള പദം അത് അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ഏത് അവസ്ഥയിലായിരിക്കും അവർ ആ സ്വർഗത്തിൽ? ഖാലിദീന, നിത്യവാസികളായ അവസ്ഥയിൽ, ശാശ്വതരായ അവസ്ഥയിൽ, അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഹാലിൻ്റെ പദങ്ങളായിട്ട് വരുന്ന പദങ്ങൾ അത് നെസ്ബുള്ള രൂപത്തിലാണ് കൊടുക്കുക. അതുകൊണ്ട് ഖാലിദൂന എന്ന് പറയില്ല, ഖാലിദീന എന്ന് പറയും. കാരണം ഖാലിദൂന എന്ന് പറയുമ്പോൾ അത് റഫ്ഇൻ്റെ രൂപമാണ്, ഖാലിദീന എന്ന് പറയുമ്പോൾ അത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നെസ്ബിൻ്റെ രൂപം വേണം. അതുകൊണ്ട് ഖാലിദൂന എന്ന് എഴുതാതെ ഖാലിദീന എന്നാണ് വന്നത്. ഖാലിദീന ഫിഹ അബദൻ ദാലിക്കൽ ഫൗസുൽ അലീം. ആ ഫൗസ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം. ഫൗസ് വിജയം. എങ്ങനെയുള്ള വിജയം? മഹത്തായ വിജയം, വമ്പിച്ച വിജയം. അപ്പോൾ ഫൗസിനെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്താണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. നോക്കൂ, ഇവിടെ അൽ ഫൗസു തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അൽ അലീമു രണ്ടിനും തുടക്കത്തിൽ അലിഫ്ലാമുണ്ട് ഒരേപോലെ. അൽ ഫൗസു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റഫ് ആണ്, അവിടെ ലമ്മാണല്ലോട്ട് കൊടുത്തത്, ഫൗസു എന്നാണ്. അലീമു എന്നുള്ളതിൻ്റെ അവസാനത്തിലും റഫ് ആണ്, അതായത് ലമ്മാണ്. അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടന. ഇനി അടുത്ത ആയത്ത് വല്ലദീന കഫറു വ കസ്ദബു ബി ആയാത്തിന. ഇവിടെ കഫറു വ കസ്ദബു അത് രണ്ടും മഅത്തൂഫാണ്, ഒന്നിലേക്ക് യോജിച്ച രൂപത്തിലാണുള്ളത്, അല്ലെങ്കിൽ ചേർക്കപ്പെട്ട രൂപത്തിലാണ്. ബി ആയാത്തിന, ശരിക്കും നമ്മുടെ വചനങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്നുള്ളതിന് ആയാത്തുന എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ആയാത്തിന എന്ന് പറഞ്ഞു? അവിടെ ബി വന്നതുകൊണ്ട്. ബി ഹർഫ് ജറാണ്, ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടും. അതുകൊണ്ട് ആയാത്തു എന്ന് പറയാതെ ആയാത്തി എന്ന് പറഞ്ഞു. ഉലായിക്ക അസ്ഹാബുന്നാരി. അസ്ഹാബുന്നാർ എന്ന് പറയുമ്പോൾ അസ്ഹാബ് എന്നുള്ള പദത്തെ നാറിലേക്ക് ചേർത്തു. അതായത് അസ്ഹാബ് മുലാഫാണ്, അന്നാർ എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്. മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് അന്നാരി എന്ന് എഴുതിയത്. അപ്പോൾ നരകത്തിൻ്റെ ആളുകൾ എന്ന് അർത്ഥം കിട്ടും. ഖാലിദീന അത് ഹാലാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ടാണ് ഖാലിദീന എന്ന് എഴുതിയത്. ഖാലിദീന ഫിഹ വ ബിഅ്സൽ മസീർ. ബിഅ്സ എന്നുള്ളത് മാളിയായൊരു പദമാണ്. ഈ ബിഅ്സ എന്ന് കാണുമ്പോൾ അതൊരു മാളിയാണെന്നുള്ളത് പലപ്പോഴും സംശയം ഉണ്ടാവാം. അതൊരു മാളിയായ പദമാണ്, ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. അപ്പോൾ അതിനൊരു ഫായിൽ ഉണ്ടാവും. എന്താണ് ഇവിടെ ഫായിൽ? അൽ മസീർ എന്നുള്ളതാണ് അതിൻ്റെ ഫായിൽ. വ ബിഅ്സ ചീത്തയായി എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ചീത്തയായി അല്ലെങ്കിൽ ചീത്തയായിരിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അൽ മസീർ മടക്കം, ആ മടക്കമാണ് ചീത്തയായത്. അതുകൊണ്ട് മസീർ എന്നുള്ളത് ഫായിലാണ്. ഫായിലിന് ഇറാബ് എപ്പോഴും റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് മസീറു എന്ന അവസാനത്തിൽ ലമ്മ് കൊടുത്തത്, റഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.